അല്ല, ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ. അതിനെന്താ? അയ്യെന്താ മാങ്ങാ തൊലി. ഇത് താവഴി സ്വത്താണല്ലോ. അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടിന് അവകാശമുണ്ട്. രാജേഷ് മൈനറാണ്, ഒപ്പ് വേണ്ട. രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ? മനസ്സിലായില്ലേ? രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, അമ്മാവന്റെ മോള്. ദോ മഞ്ഞ സാരി. അത് ഇടദ്ദേഹം നമ്മളെല്ലാരും കൂടെ ആശയുടെ പേരിലും കൂടെ എഴുതി വച്ചാ മതിയല്ലോ. അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ? സുഗത, ഓ, രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, അറിയാലോ. ഓ, ധ്വനി മനസ്സിലായി. എടാ ചെറ്റേ, സ്ത്രീധനമായിട്ട് നിനക്ക് ഞാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാണ് കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച്? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 12 അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ. അല്ലാതെ നടത്താൻ ഞങ്ങൾക്കറിയാം. നിനക്ക് കാണണോടാ? ഒന്നുകൂടെ മാറി നിൽക്ക്. എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വച്ചിട്ടുണ്ട്. വടക്കേ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂരാണ്. ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം. സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു. പള്ള നിറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരവും കാണിച്ച് അനിയന്റെ ആസ്തനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടാ എനിക്ക്. ആ വഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. ആ വഴി പ്രകാരമാണോ തന്തവഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ. നിനക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. എന്നാ നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ അച്ചട്ടെ. പിന്നെ